ഇന്ന് നമുക്കൊരു പച്ചമാങ്ങ ജ്യൂസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ ഈ വ്യത്യസ്തമായ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പീൽ ചെയ്ത് ചെറിയ പീസസാക്കി എടുക്കണം. നമുക്കിതിനെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ തന്നെയാണിത്. ഇനി നമുക്ക് ഈ കഷ്ണങ്ങളാക്കിയ മാങ്ങയെ മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇതിലേക്ക് 5 പുതിന ഇല ചേർക്കാം. അതുപോലെ ഞാനിവിടെ ഒരു ചെറിയ പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണ്ട. അതുപോലെ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ ഒന്നിച്ച് ഇതുപോലെ മുറിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പുളിയുള്ള മാങ്ങയിൽ വീണ്ടും എന്തിനാണ് ചെറുനാരങ്ങ ചേർക്കുന്നത് എന്ന്. പക്ഷേ ഈ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആ മാങ്ങയുടെ അളവ് കുറച്ചിട്ട് ഈ ചെറുനാരങ്ങ നീര് ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഈ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇത് കുറച്ച് എരിവും പുളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് മധുരം കുറച്ച് മുന്നിൽ നിൽക്കണം. അപ്പോൾ നിങ്ങൾ പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് അധികം തന്നെ ചേർക്കാം. ഇനി ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ജ്യൂസ് നല്ല തണുപ്പോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുത്ത വെള്ളം ചേർക്കണം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ചേർക്കാം. ഇനി നമുക്കിതിനെ നല്ല വണ്ണമൊന്നും അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ജ്യൂസ് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് ഒരു സ്ട്രെയിനറിൽ വെച്ച് അരിച്ചെടുക്കണം. കാരണം ഈ ഒരു ജ്യൂസ് ഒരു തഴുതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. കണ്ടില്ല, ഇതുപോലെ ചെറിയ തൈരുകളുണ്ടാവും. അപ്പോൾ അത് അരിച്ചെടുത്താൽ അതങ്ങ് പോയി കിട്ടും. ഇനി നമുക്ക് ഈ അരിച്ചെടുത്ത ഈ ജ്യൂസിനെ ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമുക്കിതിലേക്ക് കുറച്ചുകൂടി ഐസ് ക്യൂബ്സ് ചേർക്കാം. അപ്പോൾ ഈ ജ്യൂസ് നല്ല തണുപ്പോട് കൂടി അടിച്ച ഉടൻ തന്നെ കഴിക്കണം. അപ്പോഴായിരിക്കും ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.